നമസ്കാരം. കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏപ്രിൽ 28 മുതൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് ഇതുവരെയുള്ള അറിവ്. ചിലപ്പോൾ മാറ്റമായിരിക്കാം, അറിയില്ല. ഏതായാലും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ യാതൊരു ഭയവും കൂടാണ്ട് എളുപ്പത്തിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യാനായിട്ടുള്ള ടിപ്സുമായിട്ടാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത്, എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. 40 മാർക്കിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 2 ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് 2 പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് ഇൻഓർഗാനിക് സോൾട്ട് അനാലിസിസ്. ഒരു സോൾട്ട് തന്നിട്ട് അതിൽ ആനയോൺ ഏത് കാറ്റയോൺ ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വോളിമെട്രിക് അനാലിസിസ്. ബ്യൂററ്റും പിപ്പറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലർ പിപ്പറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിരുന്നോളൂ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം വോളിമെട്രിക് അനാലിസിസിനുള്ള ചോദ്യമായിരിക്കും. എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് സോ ആൻഡ് സോ ഇൻ എ ഗിവൻ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഡാഷ് എമൗണ്ട് ഓഫ് HCl എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യം എന്താണോ അതിനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. ആ പ്രൊസീജിയർ ആദ്യത്തെ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ നിങ്ങളോട് എഴുതി കൊടുക്കാനായിട്ട് എക്സാമിനർ ആവശ്യപ്പെടും. അപ്പോൾ ആ ബ്രീഫ് പ്രൊസീജിയറിന് 3 മാർക്കാണ്. 15 മാർക്ക് നമ്മൾ ചെയ്യുന്നതിനാണ് കേട്ടോ. ചെയ്ത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് ആ 15 മാർക്കും കിട്ടും. അത് കൂടാതെയാണ് ഈ ബ്രീഫ് പ്രൊസീജിയറിനുള്ള 3 മാർക്ക്. ഇപ്പം മൊത്തം 18 മാർക്കായി അല്ലേ. ഇനി അതാണ് വോളിമെട്രിക് അനാലിസിസിൻ്റെ കാര്യം. ഇനി സോൾട്ട് അനാലിസിസിന് 16 മാർക്കാണ്. അത് ചെയ്ത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതിന് 16 മാർക്കാണ്. അതിൽ ആനയോണിൻ്റെ കറക്റ്റായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ അതിന് മാർക്കുണ്ട് 4 മാർക്ക്. ആനയോണിൻ്റെ കറക്റ്റായിട്ടുള്ള കൺഫർമേറ്ററി ടെസ്റ്റ് എഴുതുന്നതിന് അതിന് 4 മാർക്ക്. കാറ്റയോണിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷന് 2 മാർക്കുണ്ട്. കാറ്റയോൺ ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 3 മാർക്ക്. കാറ്റയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 16 മാർക്സാണ് സോൾട്ട് അനാലിസിസിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കി 2 മാർക്ക് നിങ്ങളോട് എന്തെങ്കിലും ചെറിയതായിട്ട് വൈവ ചോദിക്കും. എക്സാമിനർ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കും പ്രാക്ടിക്കലിനെ കുറിച്ച്. 4 മാർക്ക് നമ്മുടെ റെക്കോർഡിനാണ്. അത് നമുക്ക് സോൾട്ട് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ടീച്ചർ എക്സാമ്പിൾ എഴുതാൻ പോവാണ്. സിങ്ക് കാർബണേറ്റ്. ഇതിൽ Zn2+ is the cation and CO3 is the anion. അപ്പോൾ ഇങ്ങനെ കാറ്റയോൺസ് ഒരുപാട് കാറ്റയോൺസ് ഉണ്ട്. സിങ്ക്, ലെഡ്, അമോണിയം, മെഗ്നീഷ്യം, മാംഗനീസ്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം, അങ്ങനെ ഒരുപാട് കാറ്റയോൺസ് ഉണ്ട്. ആനയോൺസ് CO3 സൾഫേറ്റ് SO4 Cl അസറ്റേറ്റ് CH3COO നൈട്രേറ്റ് NO3 അങ്ങനെ ധാരാളം ആനയോൺസ് ഉണ്ട്. അപ്പോൾ പല കോമ്പിനേഷൻസിൽ നമുക്ക് സോൾട്ടുകൾ കിട്ടാം. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രാക്ടിക്കൽസൊക്കെ നമ്മൾ വളരെ ലഘുവായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ അല്ലേ. പലർക്കും പ്രാക്ടിക്കൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ചെറുതായിട്ടുള്ള രീതിയിൽ മാത്രം നിങ്ങളോട് പഠിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ടീച്ചേഴ്സ്. ഓരോരുത്തർക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം സൾഫേറ്റ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം സൾഫേറ്റ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ആനയോണുകൾ ഏതൊക്കെയാണ്? കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്. ഈ 4 എണ്ണമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. സൾഫേറ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക കേട്ടോ. സൾഫേറ്റും കൂടെ പഠിക്കുക. ഇനി കാറ്റയോൺസിൻ്റെ കാര്യം പറഞ്ഞാൽ കാറ്റയോൺസിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 0 to 6th ഗ്രൂപ്പ് വരെ ഉണ്ട് അല്ലേ. 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, 5th ഗ്രൂപ്പ് ആൻഡ് 6th ഗ്രൂപ്പ്. ഇതിൽ 0 ഗ്രൂപ്പിലുള്ള അയോൺ ഏതാണ്? അമോണിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയോൺ മാത്രമേ 0 ഗ്രൂപ്പിലുള്ളൂ. അമോണിയം നിങ്ങൾക്ക് എന്തായാലും
കിട്ടുന്ന ഒരു സോൾട്ടാണ്. കാരണം ഓൾ അമോണിയം സോൾട്ട്സ് ആർ വാട്ടർ സോല്യൂബിൾ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സോൾട്ടും കൂടിയാണ്, ഐ മീൻ കാറ്റയോൺ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അമോണിയം അയോണിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ അതുപോലെ കൺഫർമേറ്ററി ടെസ്റ്റും പഠിക്കണം. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് ഇസ് ദി ഓൺലി കാറ്റയോൺ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. ലെഡാണ് ഗ്രൂപ്പ് 1-ലുള്ളത്. അതും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം, ഐഡൻറ്റിഫിക്കേഷൻ, കൺഫർമേറ്ററി. സെക്കൻഡ് ഗ്രൂപ്പിൽ കോപ്പറൊക്കെ കളേർഡ് ആയിട്ടുള്ള അയോൺസ് ആയതുകൊണ്ട് പൊതുവേ അല്ലെങ്കിലും നമുക്ക് തരാറില്ല. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ യു വിൽ നോട്ട് ഗെറ്റ് എനി കാറ്റയോൺസ്. ഓക്കെ. ഇനി തേർഡ് ഗ്രൂപ്പിൽ അലൂമിനിയം തരും നമുക്ക്. തേർഡ് ഗ്രൂപ്പിൽ അലൂമിനിയം തരും. അലൂമിനിയത്തെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരാം. അലൂമിനിയം ബ്ലൂ കളറിലെ ആഷ് തരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അലുമിനിയത്തെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ടെസ്റ്റൊന്നും ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഈ ബ്ലൂ ആഷ് ചെയ്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഓക്കെ. പിന്നെ ഗ്രൂപ്പ് 4 ആണ്. ഗ്രൂപ്പ് 4-ൽ സിങ്കും മാംഗനീസ് അയോൺസും ആണ് സാധാരണ തരാറുള്ളത്. മാംഗനീസ് ഇപ്രാവശ്യം നിങ്ങൾ പഠിക്കേണ്ട, യു ലേൺ സിങ്ക് ഓൺലി. സിങ്കിന് ഗ്രീൻ ആഷ് ഉണ്ട്. ആഷ് ടെസ്റ്റിൽ ഗ്രീൻ കളർ കിട്ടുന്നതുകൊണ്ട് സിങ്കിനെയും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് 5-ൽ ബേരിയം, സ്ട്രോൺഷ്യം, കാൽഷ്യം അങ്ങനെ 3 കാറ്റയോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾസിൽ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക, ഇല്ലെങ്കിൽ വേണ്ട കേട്ടല്ലോ. നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിച്ചിട്ടുള്ള അയോൺസ് മാത്രമേ, സോൾട്ട്സ് മാത്രമേ ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് തരുള്ളൂ. കാരണം നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, 1-2 ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ മിക്കവാറും സ്കൂൾസിലൊന്നും ഗ്രൂപ്പ് 5 ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ ചെയ്യിപ്പിക്കാത്തവരത് പഠിക്കണ്ട, ചെയ്യിപ്പിച്ചിട്ടുള്ളവർ പഠിക്കുക. കാരണം നിങ്ങളുടെ സ്കൂളിലെ സാഹചര്യം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? സോ ദോസ് ഹൂ ഹാവ് ഡൺ ദിസ് ഗ്രൂപ്പ് 5 പ്ലീസ് ലേൺ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ അത് പഠിക്കണ്ട. ഫ്ലെയിം ടെസ്റ്റാണ്, അതിലൊക്കെ ഫ്ലെയിം ടെസ്റ്റ് ഉണ്ട്. ബേരിയത്തിന് ഗ്രീൻ ഫ്ലെയിം കിട്ടും, കാൽഷ്യത്തിന് ബ്രിക്ക് റെഡ് ഫ്ലെയിം കിട്ടും. സ്ട്രോൺഷ്യം മിക്കവാറും തരാറില്ല, ക്രിംസൺ റെഡാണ്. അപ്പം അതും നമുക്ക് ഫ്ലെയിമൊക്കെ കൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ചെയ്തിട്ടുള്ളവർ മാത്രം പഠിക്കുക. പിന്നെ ഗ്രൂപ്പ് 6 ലാസ്റ്റ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 6-ൽ മെഗ്നീഷ്യം. മെഗ്നീഷ്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. മെഗ്നീഷ്യത്തിന് നമുക്ക് ആഷ് ടെസ്റ്റ് കിട്ടും. മെഗ്നീഷ്യത്തിന് പിങ്ക് ആഷാണ് കിട്ടുക. പിങ്ക് ആഷ് എന്ന് പറഞ്ഞാലും നല്ല പിങ്കായിട്ടൊന്നും നമുക്കത് കിട്ടാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിലായിട്ടുള്ള ബേബി പിങ്ക് ആയിട്ടുള്ള ആഷാണ് കിട്ടുന്നത്. ആഷ് ടെസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമുക്ക് എഴുതാം. എന്നാലും ആഷ് ടെസ്റ്റ് ഇപ്പോൾ ഈ മെഗ്നീഷ്യത്തിൻ്റെ കേസിലൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ ടെൻഷനൊക്കെ അടിക്കും നിങ്ങൾ. അപ്പോൾ മറ്റൊരു കൺഫർമേറ്ററി ടെസ്റ്റും കൂടെ, മാഗ്നസോൺ റിയേജൻറ്റിൻ്റെ ടെസ്റ്റും കൂടെ പഠിച്ചു വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കേസിൽ മാഗ്നസോൺ റിയേജൻറ്റ് ടെസ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷനൊക്കെ ആവും. ആ സമയത്ത് പിങ്ക് ആഷ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മാഗ്നസോൺ റിയേജൻറ്റ് ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി എങ്ങനെയാണ് ആ ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സോൾട്ട് അനാലിസിസിൻ്റെ സ്കീം എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം ഓരോ സ്കൂൾസിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ഓരോ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതെങ്ങനെയാണോ അതുപോലെ മാത്രമേ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന് എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഇന്ന കാറ്റയോൺ ആണ്, ഇന്ന ആനയോൺ ആണെന്ന് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് വൈറ്റ് കളറിലെ സോൾട്ട്, അല്ലെങ്കിൽ ചില സോൾട്ടുകൾ ട്രാൻസ്പെറൻറ്റ് കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും തരിക. 2 തരത്തിൽ നമുക്ക് സോൾട്ടിൻ്റെ അപ്പിയറൻസ് നോക്കാം. ഒന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ നല്ല പൗഡറി ആയിട്ടുള്ള ഫൈൻ പൗഡറി ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടാവും. പിന്നെ ഗ്രാനുലാർ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാമല്ലോ, പിടിച്ച് നോക്കുമ്പോൾ കയ്യിൽ എടുത്ത് നോക്കുമ്പോൾ തരിതരി പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും. ക്രിസ്റ്റലൈൻ സോൾട്ട് ആണെങ്കിൽ യു ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്. നല്ല പൗഡറി ആണെങ്കിൽ കാർബണേറ്റ് ആകാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. മിക്കവാറും കാർബണേറ്റ് ആയിരിക്കും പൗഡർ ആണെങ്കിൽ. ഗ്രാന്യൂൾസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എനി അതർ. മറ്റ് 3 എണ്ണം ഉണ്ട് നമുക്ക്. ക്ലോറൈഡ് ആകാം, അസറ്റേറ്റ് ആകാം, പിന്നെ ആരാണ്, നൈട്രേറ്റ് ആകാം. സൾഫേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സൾഫേറ്റ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളവർ
സ്കൂൾസിൽ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റഡി ദാറ്റ്. അപ്പോൾ സൾഫേറ്റ് ആണെങ്കിലും യു ക്യാൻ ഹാവ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടാവും. കാർബണേറ്റിനാണ് മിക്കവാറും ഈ പൗഡറി ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്കൊരു ഹിൻഡ് ഉറപ്പിക്കാൻ പറ്റില്ല, ബട്ട് യു ഗോട്ട് എ ഹിൻഡ് ദാറ്റ് ഇറ്റ് ഈസ് കാർബണേറ്റ്. പൗഡറി നേച്ചർ ആണെങ്കിൽ കാർബണേറ്റ് ആയിരിക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇനി എല്ലാം വൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ, വൈറ്റ് ആയിരിക്കാം, അതുപോലെ ട്രാൻസ്പെയറൻറ്റ് കളർലെസ് ആയിരിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമ്മൾ ആനയോൺ അനാലിസിസ് ആണ് ചെയ്യുക. ശരിക്കും പ്രിലിമിനറി ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്കീമൊക്കെ അനുസരിച്ചാണെങ്കിൽ യു ഹാവ് ടു ഡു പ്രിലിമിനറി ടെസ്റ്റ് ആസ് വെൽ. കളർ ആൻഡ് നേച്ചർ ഓഫ് ദി സോൾട്ട് ഇസ് നോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വർഷം നിങ്ങളോട് എങ്ങനെയാണോ നിങ്ങളുടെ സ്കൂൾസിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുപോലെയൊക്കെ ചെയ്യുക. പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള സ്കൂൾസിൽ ഫ്ലെയിം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കോൺസെൻട്രേറ്റഡ് HCl നമ്മുടെ സോൾട്ടും കൂടെ ഒരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ടൊരു പേസ്റ്റ് ആക്കും. എന്നിട്ട് ആ പേസ്റ്റ് നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ ബ്രിക്ക് റെഡ് കളറിലെ ഫ്ലെയിം കിട്ടുകയാണെങ്കിൽ കാൽഷ്യം അയോൺസിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രീൻ കളറിലെ ഫ്ലെയിം ആണെങ്കിൽ അത് ബേറിയം അയോൺസിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ക്രിംസൺ റെഡ് കളർ ആണെങ്കിൽ അത് സ്ട്രോൺഷ്യം അയോൺസിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ സ്കൂളിലെങ്കിൽ ഡോണ്ട് വറി, ഫൊർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ. പിന്നെ ആഷ് ടെസ്റ്റും ചില സ്കൂൾസിൽ പ്രിലിമിനറി ടെസ്റ്റായിട്ട് ചെയ്യിക്കാറുണ്ട്. ആഷ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു കുറച്ച് സോൾട്ട്, കുറച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പാറ്റുലയിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് എടുത്തിട്ട് അത് ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യാം. 1 ml വീതം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബുൻസൺ ബർണർ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് അത് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് കഴിയുമ്പോഴേക്കും ഫിൽറ്റർ പേപ്പർ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ടാവും, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിക്കുക, മുക്കി വെറ്റാക്കണം. നമ്മൾ ബോയിൽ ചെയ്ത ആ സൊല്യൂഷനിൽ മുക്കിയിട്ട് വെറ്റായിട്ടുള്ള ഫിൽറ്റർ പേപ്പർ നമ്മൾ ബുൻസൺ ബർണർ ഫ്ലെയിമിൽ കാണിച്ച് കത്തിക്കണം. ആഷ് ആകുന്നവരെ, അത് കരിഞ്ഞ് ചാരമാകുന്നത് വരെ, കത്തി ചാരമാകുന്നത് വരെ നമ്മളത് കത്തിക്കണം. അപ്പോൾ ചാരമായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് കറുത്ത് ചാരം തന്നെയായിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പറിലല്ല കേട്ടോ, ചാരത്തിലാണ് കളറ് വേണ്ടത്. ആഷിനായിരിക്കണം കളർ ഉണ്ടാവേണ്ടത്. പേപ്പറിൻ്റെ ആ ഫിൽറ്റർ പേപ്പറിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറൊക്കെ ചിലപ്പോൾ നമുക്ക് വരും. അതല്ല, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ആഷ് ആയതിന് ശേഷം ആഷിനൊരു കളർ ഉണ്ടാവും. ആഷിന് 3 സാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ബ്ലൂ കളർ ആഷ്, അല്ലെങ്കിൽ ഗ്രീൻ കളർ ആഷ്, അല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞു ലൈറ്റായിട്ടുള്ള പിങ്ക് കളർ ആഷ്. ചിലപ്പോൾ അത് വൈറ്റിഷ് ആയിട്ടും തോന്നും. ഈ പിങ്ക് കളർ എന്ന് പറയുന്നത് വൈറ്റിഷ് ആയിട്ടും തോന്നും. അപ്പോൾ അങ്ങനെ 3 തരം ആഷുകൾ പോസിബിളാണ്. ബ്ലൂ ആണെങ്കിൽ അലൂമിനിയത്തിൻ്റെ പ്രസൻസ്, ഗ്രീൻ ആണെങ്കിൽ സിങ്കിൻ്റെ പ്രസൻസ്, പിങ്ക് ആണെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ പ്രസൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പ്രിലിമിനറി ടെസ്റ്റിൽ ആഷ് ടെസ്റ്റ് ചെയ്യിക്കാത്ത കുട്ടികൾ ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. നിങ്ങൾ പ്രിലിമിനറി ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയൊന്നും വേണ്ട. നിങ്ങൾക്ക് സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അതിൻ്റെ കളറും അപ്പിയറൻസും നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ആനയോൺ അനാലിസിസിലേക്ക് പോവുക. മനസ്സിലായല്ലോ? അപ്പോൾ ആനയോൺ അനാലിസിസ് ഈ സ്കീം ഈ പറയുന്ന ടീച്ചർ ഇപ്പോൾ പറയാൻ പോകുന്ന അതേ ഓർഡറിൽ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഓർഡറിൽ ചെയ്യുന്നതിന് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു തരാനായിട്ട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ആ സ്കീമിലേക്ക് പോവാണ്. അനാലിസിസ് ഓഫ് ആനയോൺസ്. ഇപ്പോൾ സോൾട്ട് കയ്യിൽ കിട്ടി, സോൾട്ടിൻ്റെ കളറും നേച്ചറും ഒക്കെ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മളിനി ആനയോണിനെ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബ്, പരമാവധി ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിനകത്തെ വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം സ്പാറ്റുല അറിയാമല്ലോ, സ്പാറ്റുലയിൽ കുറച്ച് മാത്രം സോൾട്ട് എടുത്ത് ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് സോൾട്ടിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പം കെമിസ്ട്രിയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ട് 3 കോളമായിട്ട് തിരിച്ചിട്ടാണ് ഈ സോൾട്ട് അനാലിസിസിൻ്റെ സ്കീം എഴുതുന്നത് അല്ലേ? ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്ത്
ഏത് സോൾട്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ളതിന് ഒരു സ്കീമായിട്ട് വേണം നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആൻസർ ഷീറ്റിൽ. അപ്പോൾ അൺനോൺ സോൾട്ടാണ്. ഇപ്പോൾ സോൾട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ സോൾട്ടിന് ഒരു നമ്പറൊക്കെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആ സോൾട്ടിൽ നിങ്ങൾക്ക് തന്ന ആ പാത്രത്തിലുള്ള നമ്പർ നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതണം. ആ സോൾട്ട് നമ്പർ എഴുതിയതിന് ശേഷം വേണം നിങ്ങൾ എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മുടെ അനാലിസിസ് എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം ഹെഡിങ് എഴുതണം, അനാലിസിസ് ഓഫ് ആനയോൺസ്. അതിനുശേഷം നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒബ്സർവ് ചെയ്യണം. കാരണം നമ്മുടെ ഒബ്സർവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻഫറൻസിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 or 3 ഡ്രോപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നോക്കുന്നു. ബ്രിസ്ക് എഫർവെസൻസ് ആണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ, ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ നിറയെ ബബിൾസ് ഫോം ചെയ്യുക, അതാണ് ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ വാക്ക് തന്നെ നിങ്ങളുടെ ഒബ്സർവേഷനിൽ എഴുതണം. ആദ്യം നമ്മുടെ എക്സ്പെരിമെൻ്റ് എഴുതണം. എന്താണ് എക്സ്പെരിമെൻറ്റ്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഒബ്സർവേഷൻ, ഇഫ് യു ഗോട്ട് ബ്രിസ്ക് എഫർവെസൻസ്, ഒബ്സർവേഷൻ അങ്ങനെ തന്നെ എഴുതുക, ബ്രിസ്ക് എഫർവെസൻസ്. ബ്രിസ്ക് എഫർവെസൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? പ്രസൻസ് ഓഫ് കാർബണേറ്റ്. കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ബ്രിസ്ക് എഫർവെസൻസ് ബബിൾസ് ഫോം ചെയ്ത് വരുന്ന ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതാണത്, ആ കാണുന്ന ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർബണേറ്റ്സിലേക്ക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്തതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് കാർബണേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ബാക്കി എക്സ്പെരിമെൻ്റ് ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. കാർബണേറ്റിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യണം. ഇനി ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്, വേറൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മളിതുപോലെ സോൾട്ട് എടുക്കുക, സോൾട്ട് സൊല്യൂഷൻ ആക്കുക, വാട്ടർ ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കുക. കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആക്കണം, എന്നാലാണ് നമുക്ക് ഈ സോൾട്ടിന് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തതിന് ശേഷം ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് ബേറിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ബേറിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എങ്കിൽ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഇസ് കൺഫേംഡ്. മനസ്സിലായല്ലോ? അപ്പോൾ കാർബണേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു, കൺഫർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഐഡൻറ്റിഫിക്കേഷന് 4 മാർക്കാണ്, കൺഫർമേഷന് 4 മാർക്കാണ്. അപ്പോൾ ടെസ്റ്റ് കറക്റ്റായിട്ട് എഴുതുക, ഒബ്സർവേഷൻ കറക്റ്റായിട്ട് എഴുതുക, ഇൻഫറൻസ് കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഇൻഫറൻസ് എന്തെന്ന് എഴുതണ്ടേ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ യു ക്യാൻ റൈറ്റ് പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഇസ് കൺഫേംഡ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ആനയോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ കാർബണേറ്റ് ആണ് നമുക്ക് കിട്ടിയ ആനയോണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷനും ഇൻഫറൻസും ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഓക്കെ, സപ്പോസ് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ ബ്രിസ്ക് എഫർവെസൻസ് കിട്ടിയില്ല. അപ്പോൾ ബ്രിസ്ക് എഫർവെസൻസ് കിട്ടിയില്ലെങ്കിൽ അത് കാർബണേറ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ ടെസ്റ്റിന് ഒബ്സർവേഷൻ നമ്മൾ എങ്ങനെ എഴുതും? നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നോ ബ്രിസ്ക് എഫർവെസൻസ്, അങ്ങനെയും എഴുതാം. അപ്പം നമുക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോൾ ഒബ്സർവേഷനായിട്ട് ബ്രിസ്ക് എഫർവെസൻസ് കിട്ടിയില്ല എങ്കിൽ യു ക്യാൻ റൈറ്റ് നോ ബ്രിസ്ക് എഫർവെസൻസ് അല്ലെങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. ഇൻഫറൻസ് എന്തെഴുതും? ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആനയോൺ അനാലിസിസ് കംപ്ലീറ്റ് ആയില്ല. ഇനി നമുക്ക് വേറെ ആനയോൺസിനെ അനലൈസ് ചെയ്ത് നോക്കണം. പിന്നെ ഓർഡറിൽ അടുത്തതായിട്ട് വരുന്നത് ടെസ്റ്റ് ആഡിഷൻ ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ്, H2SO4, ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്യുന്നതാണ്. ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് ട്യൂബിലല്ല, നമ്മളൊരു വാച്ച് ഗ്ലാസ്സിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് സോൾട്ട് എടുക്കുന്നു. ഈ സോൾട്ടിലേക്ക് 1-2 തുള്ളി ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഒഴിക്കുന്നു. പേടിക്കേണ്ട, ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആയതുകൊണ്ട് അത് നമ്മുടെ കയ്യിലൊന്നും പൊള്ളുമൊന്നുമില്ല, കൊറോസീവ് ഒന്നുമല്ല, ഡൈല്യൂട്ട് അല്ലേ.
അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് കൈ കൊണ്ട് ഇത് ചാലിച്ചിട്ട് സ്മെൽ ചെയ്ത് നോക്കാം. ഇങ്ങനെ കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് സ്മെൽ ചെയ്ത് നോക്കാം. ഇനി പേടിയുള്ളവർ, ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് തൊടാൻ പേടിയുള്ളവർ ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യണം. നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് സ്മെൽ ചെയ്ത് നോക്കാം. സ്മെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള വിനാഗിരിയുടെ സ്മെല്ല്, വീട്ടിൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിനാഗിരി, വിനെഗറിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ദറ്റ് മീൻസ് it indicates the presence of acetic acid, acetate ionsന്റെ presence ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? A little of the salt is taken in a watch glass. It is mixed with dilute sulfuric acid, rubbed between fingers or rubbed using a glass rod, and the smell is noted. അതാണ് എക്സ്പെരിമെന്റ്. ഒബ്സർവേഷൻ. Suppose you got a vinegar smell, then you have to write smell of vinegar. Observation ആയിട്ട് smell of vinegar എന്ന് എഴുതണം. ഇനി smell of vinegar ഇല്ല എന്നുണ്ടെങ്കിൽ you can write no characteristic smell, അല്ലെങ്കിൽ no smell of vinegar, അല്ലെങ്കിൽ no characteristic observation. ഇത് ഏതെങ്കിലും എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ, സ്മെൽ ഇല്ല എന്നുണ്ടെങ്കിൽ absence of acetate. വിനെഗറിന്റെ സ്മെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫറൻസ് എന്ത് എഴുതണം? presence of acetate. ഇനി നമ്മുടെ ഒബ്സർവേഷൻ presence of acetate ആണെങ്കിൽ, സ്മെൽ ഓഫ് വിനെഗർ ഉണ്ട്, presence of acetate ആണ് നമ്മുടെ ഇൻഫറൻസ് എങ്കിൽ, you have to do the confirmatory test. ഇവിടെ വരെ എഴുതിയിട്ട് ഇപ്പോൾ ഡൈല്യൂട്ട് HCl ഒഴിച്ചപ്പോൾ ഉള്ള നമ്മുടെ ഒബ്സർവേഷനും ഇൻഫറൻസും എഴുതി. ഇനി അസറ്റേറ്റ് ഒഴിച്ചപ്പോൾ നമുക്ക് വിനെഗറിൻ്റെ സ്മെല്ല് കിട്ടി, presence of acetate എന്ന് എഴുതിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ സോൾട്ട് എടുക്കുക, സോൾട്ട് സൊല്യൂഷൻ ആക്കുക, വാട്ടർ ആഡ് ചെയ്തിട്ട് സോൾട്ട് സൊല്യൂഷൻ ആക്കുക. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ, ഫെറിക് ആണ് കേട്ടോ, ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറിലെ ലിക്വിഡാണ് നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിൽ ഫോം ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് അസറ്റേറ്റ് അയോൺസ്. ഫെറിക് അസറ്റേറ്റ് ഫോം ചെയ്യുമ്പോഴാണ് ആ റെഡ് കളറിലെ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ റെഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം, റെഡ് കളേർഡ് സൊല്യൂഷൻ. ദെൻ ദി ഇൻഫറൻസസ് presence of acetate confirmed. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്? To a little of the salt solution, 2 to 3 drops of ferric chloride solution is added. ഇനി ഒബ്സർവേഷൻ അനുസരിച്ച് ഒബ്സർവേഷൻ കോളത്തിൽ ഒബ്സർവേഷൻ എഴുതുക. റെഡ് കളേർഡ് സൊല്യൂഷൻ, ദെൻ ദി ഇൻഫറൻസസ് presence of acetate confirmed. കഴിഞ്ഞു, ആനയോൺ അനാലിസിസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഐഡന്റിഫിക്കേഷനിൽ നമുക്ക് നോ സ്മെൽ ഓഫ് വിനിഗർ ആണെങ്കിൽ നമ്മൾ ഈ കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ തേർഡ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകണം. നമ്മൾ ചെയ്യാത്ത തേർഡ് ആനയോണിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. അടുത്തതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ടെസ്റ്റ് ട്യൂബിലാണ്. ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സോൾട്ട് എടുക്കുക. ആ സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഒഴിക്കുക. സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പോൾ തന്നെ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞു പൊങ്ങും. ആ പതഞ്ഞു പൊങ്ങുമ്പോൾ പഞ്ചൻ്റ് ആയിട്ടുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല്, നമ്മുടെ മൂക്കിൽ തുളഞ്ഞു കയറുന്ന പോലത്തെ ഒരു സ്മെല്ല് അനുഭവപ്പെടും. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ലത് ഹീറ്റ് ചെയ്യുന്നതാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒബ്സർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബ് ഒന്ന് ഹീറ്റ് ചെയ്യുക. വളരെ ശ്രദ്ധയോടുകൂടെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ട് അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് വേണം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആണ്. നിങ്ങളുടെ മുഖത്തേക്കൊന്നും തെറിക്കാൻ പാടില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്കും തെറിക്കാൻ പാടില്ല. അത് മണത്ത് നോക്കുക, സ്മെല്ല് കിട്ടണം നമുക്ക്. പഞ്ചൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ തുളഞ്ഞു കയറുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ശരിക്കും നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എഴുതേണ്ടത് എവല്യൂഷൻ ഓഫ് എ പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ്. ഇൻഫറൻസ് എന്തെഴുതും? പ്രസൻസ് ഓഫ് ക്ലോറൈഡ്.
ഇനി ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇല്ല എങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്. ഇനി പ്രസൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക. സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്യുക. ഈ രണ്ട് സൊല്യൂഷൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കേർഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം. കേർഡി എന്ന് പറഞ്ഞാൽ തൈര് പോലത്തെ പിരിഞ്ഞ് കിടക്കുന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ അധികമായിട്ട് എക്സസ് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോലിബിളായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടിയാൽ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ഇസ് കൺഫേംഡ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കണം? പ്രസൻസ് ഓഫ് കേർഡി വൈറ്റ് precipitate which is soluble in excess of ammonium hydroxide. അപ്പോൾ presence of chloride ion confirmed. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കൺഫർമേറ്ററി ചെയ്യേണ്ടി വന്നില്ല. അവിടെ പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫിക്കേഷനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആനയോണിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ഇസ് heated with concentrated sulfuric acid and a paper ball is added to it. ഇതേ ടെസ്റ്റ് തന്നെ, ക്ലോറിൻ്റെ അതേ ടെസ്റ്റ് തന്നെയാണ്. സോൾട്ട് എടുക്കുക, സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, എന്നിട്ട് ഹീറ്റ് ചെയ്യുക. ആ ബോയിൽ ആയി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ചെറിയ പേപ്പർ കീറിയെടുത്തിട്ട് അത് ഉരുട്ടി ബോൾ പോലെ ആക്കിയിട്ട് ഈ ബോയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുക. ചിലപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 2-3 പേപ്പർ ബോൾസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒന്നുകൂടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള വേപ്പർ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ്. നൈട്രേറ്റ് ആണ് നമ്മുടെ സോൾട്ടിങ്ങിൽ. ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യും. ആ എവല്യൂഷനെ ഒന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ ബോളൊക്കെ ആഡ് ചെയ്തത്. അപ്പം നൈട്രജൻ ഡയോക്സൈഡ് ഇവല്യൂഷൻ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. പിന്നെ എന്ത് ചെയ്യണം? നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. കൺഫർമേറ്ററി ടെസ്റ്റ് ഇങ്ങനെയാണ്. സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ആണ് യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്. ഫെറസ് സൾഫേറ്റ് സോൾട്ട് ഉണ്ടാവും അവിടെ. ആ സോൾട്ട് ഒരു സ്പാറ്റുലയിൽ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് വാട്ടർ ആഡ് ചെയ്ത് അതിനെ സൊല്യൂഷൻ ആക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ്റെയും ഏകദേശം ഒരേ വോളിയം ആയിരിക്കണം. എന്നിട്ട് ഈ രണ്ടുപേരെയും നമ്മൾ മിക്സ് ചെയ്യണം. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിയേജൻ്റ് എടുക്കുക. നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ചെരിച്ച് പിടിക്കുക, സ്ലാൻറ്റിംഗ് പൊസിഷനിൽ പിടിച്ചിട്ട് ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ റിമ്മുണ്ടല്ലോ, ആ കുപ്പിയുടെ റിയേജൻ ബോട്ടിലിൻ്റെ റിമ്മ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് ഒഴുകി വേണം സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഉള്ളിൽ അകത്തുകൂടി കേട്ടോ, അകത്തൂടെ ഒഴുകി വേണം ആ ലിക്വിഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കളയരുത്, നേരെ അങ്ങോട്ട് കയറി ഒഴിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ വെരി സ്ലോ മാനർ. സൾഫ്യൂരിക് ആസിഡ് ഒഴുകി വേണം ആ ലിക്വിഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ചധികം ഒഴിച്ചു കഴിഞ്ഞിട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ ബോട്ടിലെടുത്ത് മാറ്റുക. പതുക്കെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് തിരിച്ച് നേരെയാക്കുക. നേരെയാക്കി കഴിയുമ്പോഴേക്കും രണ്ട് ലിക്വിഡ്സിൻ്റെയും ജംഗ്ഷനിലായിട്ട് നമുക്ക് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്തതായിട്ട് കാണാം. ദിസ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് നൈട്രേറ്റ്. അപ്പം ഇനി സൾഫേറ്റ് ആനയോൺ ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നൈട്രേറ്റും കിട്ടിയില്ല എന്ന് വിചാരിക്കും. അഞ്ചാമത്തെ ആൾ സൾഫേറ്റ് ആണ്. അപ്പം സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ഇങ്ങനെയാണ്. സോൾട്ട് സൊല്യൂഷൻ ആക്കണം കേട്ടോ. സോൾട്ട് സൊല്യൂഷൻ ആക്കിയാലേ നമുക്ക് ഈ പറയാൻ പോകുന്ന ഒബ്സർവേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നേരത്തെയൊക്കെ പറഞ്ഞത് സോൾട്ടിലേക്ക് ഒഴിക്കാനാണ്. അപ്പോൾ ഈ സൾഫേറ്റിൻ്റെ ടെസ്റ്റിൽ സോൾട്ട് സൊല്യൂഷൻ ആക്കുക. ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ബേറിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ബേറിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൾഫേറ്റ് ഇസ് പ്രസൻറ്റ്. അപ്പോൾ സൾഫേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സൾഫേറ്റിൻ്റെ കൺഫർമേഷൻ ചെയ്യണം. കൺഫർമേറ്ററി ടെസ്റ്റിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
ഒരു ടെസ്റ്റ് ട്യൂബിൽ വീണ്ടും നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആക്കുക, സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അതിലേക്ക് അസെറ്റിക് ആസിഡും ലെഡ് അസെറ്റേറ്റ് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്യുക. വീണ്ടും നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ സൾഫേറ്റിൻ്റെ പ്രസൻസ് കൺഫേംഡ് ആണ്. അപ്പോൾ നമ്മൾ 5 ആനയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും പറഞ്ഞു. 4 മാർക്ക് ഐഡൻറ്റിഫിക്കേഷന്, 4 മാർക്ക് കൺഫർമേഷന്. അപ്പോൾ ഒരു ആനയോണേ നമ്മുടെ സോൾട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, എഴുതുക, വൃത്തിയായിട്ട് എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ വേണം, കൺഫർമേഷൻ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ആനയോൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്തെങ്കിൽ പിന്നെ ബാക്കി ടെസ്റ്റൊന്നും നമ്മൾ എഴുതാൻ നിൽക്കണ്ട ആനയോൺസിൻ്റെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കാറ്റയോൺ അനാലിസിസിലേക്ക് പോവുക. കാറ്റയോൺ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സോൾട്ട് ഉണ്ടല്ലോ, ബാക്കിയുള്ള സോൾട്ടിൽ ഒരു 1/4 ഭാഗം എടുത്ത് നമുക്ക് വലിയൊരു ബോയിലിംഗ് ട്യൂബ് നിങ്ങൾക്ക് തരും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ടെസ്റ്റ് ട്യൂബുകളും അതിൻ്റെ ഒപ്പം കുറച്ച് വലിപ്പമുള്ളൊരു ടെസ്റ്റ് ട്യൂബും തരുമായിരിക്കാം. ചിലർ തരും, ചിലർ തരില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാമാന്യം വലിയതായിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ ഭൂരിഭാഗം സോൾട്ടും എടുക്കുക. ബാക്കി സോൾട്ട് അതിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു 3/4 സോൾട്ട് എടുത്തിട്ട് വാട്ടർ ഒഴിച്ച് സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് കുറേശ്ശെ വേറെ ടെസ്റ്റ് ട്യൂബുകളിലേക്ക് പകർന്നിട്ടാണ് നമ്മൾ ഇനി അടുത്ത ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. ഇതൊന്നും നിങ്ങൾക്ക് എഴുതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇപ്പോൾ ഇത് നേരെ കുറച്ച് സോൾട്ട് എടുത്ത് വെള്ളമൊഴിച്ച് സൊല്യൂഷനാക്കി അങ്ങനെയും ചെയ്യാം. ആദ്യം നിന്ന് സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തും അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിവേ ഇറ്റ് ഷുഡ് ബി സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാറ്റയോണിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പരമാവധി നമ്മൾ വാട്ടറിൽ തന്നെ ചെയ്യണം. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇൻസോല്യുബിൾ സോൾട്ട്സ് ഒന്നും തരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം HCl-ഉം അതൊന്നും ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കാം. അപ്പം തണുത്ത വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറേയും കൂടെ സോല്യുബിൾ ആകും, സോൾട്ട് വാട്ടറിൽ സോല്യുബിൾ ആകും. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കാറ്റയോണിൻ്റെ അനാലിസിസ് നോക്കാം. നമുക്ക് 6 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷനാണ് ആദ്യം തന്നെ. ആ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഏത് പർട്ടിക്കുലർ കാറ്റയോൺ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. കാരണം ഒരു ഗ്രൂപ്പിൽ ഒന്നിലധികം കാറ്റയോൺസ് ഒക്കെ ഉണ്ടാകാം, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാം. അപ്പം അതിനായിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. സോൾട്ട് സൊല്യൂഷനിലേക്ക് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ആഡ് സോഡിയം കാർബണേറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ്. വേറൊരു ടെസ്റ്റും ചെയ്യരുത്. യു ഷുഡ് ഡു ദിസ് ഫസ്റ്റ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർലെസ് ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. യു ഗോട്ട് എ ക്ലിയർ സൊല്യൂഷൻ, നോ പ്രസിപ്പിറ്റേറ്റ്. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ്. സീറോ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഒരു ഒബ്സർവേഷനും ഇല്ലാണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷനും ഇല്ലാണ്ടുള്ള ഒരു ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സീറോ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മളെടുത്ത സോൾട്ട് സൊല്യൂഷനിലേക്ക് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടിയില്ല എങ്കിൽ, ക്ലിയർ സൊല്യൂഷനാണ് കിട്ടുന്നതെങ്കിൽ, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ്. സീറോ ഗ്രൂപ്പിന് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളത് കേട്ടോ. ഒരു പ്രസിപ്പിറ്റേറ്റും ഇല്ലാണ്ട് പ്രസൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ സീറോ ഗ്രൂപ്പ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സീറോ ഗ്രൂപ്പിലുള്ള അയോൺ ആരാണ്? അമോണിയം അയോൺ ആണ്, NH4+. ദാറ്റ് ഈസ് ദി ഓൺലി അയോൺ ഇൻ സീറോ ഗ്രൂപ്പ്. അപ്പോൾ ഒബ്സർവേഷൻ മനസ്സിലായി, ഇൻഫറൻസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ സീറോ ഗ്രൂപ്പ് കിട്ടിയെങ്കിൽ, പ്രസൻസ് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും പോകണ്ട. സീറോ ഗ്രൂപ്പിൻ്റെ കൺഫർമേഷൻ ചെയ്യണം. സീറോ ഗ്രൂപ്പിൽ അമോണിയം അയോൺ മാത്രമാണ്. അപ്പോൾ അമോണിയം അയോണിൻ്റെ കൺഫർമേഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അമോണിയം ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ 2 കൺഫർമേറ്ററി ടെസ്റ്റുകൾ ഞാൻ പറയാം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഒന്ന് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ടെസ്റ്റ് അമോണിയ സൊല്യൂഷൻ ഉണ്ടല്ലോ, അമോണിയം അയോണുള്ള നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലേക്ക്
സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് വരും. അമോണിയ ഗ്യാസ് വരുമ്പോൾ ആ അമോണിയ ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അമോണിയ ഗ്യാസിൻ്റെ സ്മെല്ല് അറിയാത്തവർ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അവിടെ ഇരിപ്പുണ്ടാവും, ഷെൽഫിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് ബോട്ടിൽ തുറന്നൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അമോണിയ സൊല്യൂഷൻ്റെ സ്മെല്ല് എന്താണെന്ന് മനസ്സിലാവും, അമോണിയ ഗ്യാസിൻ്റെ സ്മെല്ല് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുപോലെ അതിനോടൊപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്ത് വെക്കണം. കോൺസെൻട്രേറ്റഡ് HCl ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് റെഡി ആയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ഈ NaOH ഒഴിച്ച സോൾട്ട് സൊല്യൂഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് വരാൻ തുടങ്ങുമ്പോഴേക്കും ഈ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl മുക്കിയ ഗ്ലാസ് റോഡ് ഉടനെ തന്നെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൻ്റെ ഉള്ളിലേക്ക് കാണിക്കണം. അപ്പോൾ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും ഇത് അമോണിയ ആണെന്നുണ്ടെങ്കിൽ. കാരണം അമോണിയം ക്ലോറൈഡ് ഇസ് ഫോംഡ്. thick dense white fumes of ammonium chloride will be formed. So that is one confirmatory test for ammonium ion. ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ് ഇത്. ചിലപ്പോൾ ചിലർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് മതി. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ അടുത്തത് ടീച്ചർ പറയാൻ പോകുന്നത് സോൾട്ട് സൊല്യൂഷനിലേക്ക് നെസ്ലേഴ്സ് റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിയേജൻ്റ് ഉണ്ടാവും, ഷെൽഫിലുണ്ടാവും. ആ നെസ്ലേഴ്സ് റിയേജൻ്റ് ഒഴിക്കുക. 2-3 തുള്ളി നെസ്ലേഴ്സ് റിയേജൻ്റ് സോൾട്ട് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ വളരെ സ്കാൻഡി ആയിട്ട് കേട്ടോ, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് അമോണിയം അയോൺസ്. അപ്പോൾ അത് ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. അത് ആയാലും മതി. സോ എനി ഓഫ് ദീസ് 2 tests can be written as confirmatory test for ammonium ions. ഇനി നമ്മൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. പ്രസിപ്പിറ്റേറ്റ് കിട്ടാതിരുന്നപ്പോഴാണ് നമ്മൾ പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1 to 6 എന്നാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ഗ്രൂപ്പ്സ് 1 to 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1. നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 1. മനസ്സിലായല്ലോ? ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1. പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കൺഫർമേഷൻ ഫോർ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ലെഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ലെഡിൻ്റെ കൺഫർമേഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലെഡിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി 2 എണ്ണം ഞാൻ പറയുന്നുണ്ട്. കുറച്ച് സോൾട്ട് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനകത്തേക്ക് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ദറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് ലെഡ്. എന്താ നമ്മൾ ആഡ് ചെയ്തത്? പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ. മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ലെഡ് ഇസ് കൺഫേംഡ്. ഇനി മറ്റൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ഓൾസോ ക്യാൻ ബി ആഡഡ്. പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഫോം ചെയ്യും. ആ ഫോം ചെയ്ത പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഡിസോൾവ് ചെയ്യുക. പ്രസിപ്പിറ്റേറ്റിനെ ടെസ്റ്റ് ട്യൂബിലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നേരെ തണുപ്പിക്കുക. പൈപ്പ് വാട്ടർ, ടാപ്പ് വാട്ടർ തുറന്നിട്ടിട്ട് ടെസ്റ്റ് ട്യൂബ് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് തണുപ്പിക്കുക. തണുപ്പിച്ച് കഴിയുമ്പോൾ ഗോൾഡൻ സ്പാങ്കിൾസ് നിങ്ങൾക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഗോൾഡൻ സ്പാങ്കിൾസ് ഇങ്ങനെ ഗ്ലിറ്റർ ഇല്ലേ, ഗ്ലിറ്റർ പോലെ തോന്നും. ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ പോലെ തോന്നും ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് ലെഡ്. അപ്പോൾ ഇങ്ങനെ 2 ടെസ്റ്റുകളുണ്ട്. പൊട്ടാസ്യം ക്രോമേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ലെഡ്. ഇനി അടുത്ത ഗ്രൂപ്പ്. ഇപ്പോൾ ലെഡ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഗ്രൂപ്പ് 1 കിട്ടിയില്ല, നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് 2-നുള്ള ടെസ്റ്റ് എഴുതണം. ഗ്രൂപ്പ് 2-നുള്ള ടെസ്റ്റ് ഇതാണ്. To a little of the salt solution add dilute HCl and H2S gas. H2S ഗ്യാസും കൂടെ പാസ് ചെയ്തതിന് ശേഷം
നമുക്ക് നോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ് കിട്ടുക. കാരണം നമുക്ക് ഗ്രൂപ്പ് 2 ചെയ്യാൻ തരാറില്ല. അപ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ് ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 2. അവിടെ ഒബ്സർവേഷനൊന്നും നിങ്ങൾ നിൽക്കണ്ട, ജസ്റ്റ് റൈറ്റ് ദാറ്റ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രഷ് ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആ ഫ്രഷ് ടെസ്റ്റ് ട്യൂബിലേക്ക് സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു ഗെറ്റ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 3. അപ്പോൾ ഗ്രൂപ്പ് റിയേജൻസ് ഏതൊക്കെയായിരുന്നു? ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് 3യുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പ് 3യിൽ നമുക്കുള്ളത് അലൂമിനിയം അയോൺ ആണ്. അപ്പോൾ അലൂമിനിയം അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൺഫർമേഷനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഒന്ന് ആഷ് ടെസ്റ്റാണ്, ഒന്ന് NaOH പതുക്കെ ആഡ് ചെയ്യുക. NaOH പതുക്കെ ആഡ് ചെയ്യുമ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് NaOH ആഡ് ചെയ്യുമ്പോഴേക്കും ജലാറ്റിനസ് ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അലുമിനിയം അയോൺസിൻ്റെ കൺഫർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഈ കാറ്റയോൺ അലുമിനിയം ആയതുകൊണ്ട് നമ്മൾ ആഷ് ടെസ്റ്റും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആഷ് ടെസ്റ്റ് കുറച്ചും കൂടെ റിലയബിളാണ്. അപ്പോൾ ആഷ് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കുറച്ച് സോൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ആ സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. അതിലേക്ക് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ്ചർ നമ്മൾ ഹീറ്റ് ചെയ്യുക. ബുൺസൺ ബർണർ ഫ്ലെയിമിൽ വെച്ച് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് ഒരു ഫിൽറ്റർ പേപ്പർ മുക്കുക. ആ വെറ്റായ ഫിൽറ്റർ പേപ്പർ നമ്മൾ ബേൺ ചെയ്യുക. ആഷ് ആകുന്നവരെ ബേൺ ചെയ്യുക. ആഷിൻ്റെ കളർ നോക്കുക. ബ്ലൂ കളറാണെങ്കിൽ പ്രസൻസ് ഓഫ് അലൂമിനിയം ഇസ് കൺഫേംഡ്. മനസ്സിലായില്ലേ? ടീച്ചർ ഒന്ന് പറഞ്ഞതാണ് ഈ ടെസ്റ്റ്. അപ്പം അലൂമിനിയം ആണെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ. ഇനി ഗ്രൂപ്പ് 3യിൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ അടുത്തത് എഴുതേണ്ട കാര്യം ഇതാണ്. To a little of the salt solution add ammonium chloride, ammonium hydroxide and H2S gas. അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അതിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്തു? H2Sഉം കൂടെ ആഡ് ചെയ്തു. H2Sഉം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 4. ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടിയില്ല എങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 4. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് 4ലുള്ള സിങ്ക് അയോണിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ സിങ്ക് ആണ് ഗ്രൂപ്പ് 4ലുള്ളതെന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പോൾ സിങ്കിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. സിങ്കിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റും ഇതുപോലെ തന്നെ NaOH ആഡ് ചെയ്യുന്നത് തന്നെയാണ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് NaOH ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു എന്താ പറയുക, ഒരു നല്ല വൈറ്റ് കളറൊന്നും അല്ല, അഴുക്ക് പിടിച്ച ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോലെയാണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് എന്നല്ല, കൺഫർമേഷനാണ്. സിങ്ക് അയോൺസിൻ്റെ കൺഫർമേഷനാണ്. അപ്പോൾ സിങ്ക് അയോൺസിൻ്റെ കൺഫർമേഷൻ ഒന്നും കൂടെ ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ആഷ് ടെസ്റ്റും കൂടെ എഴുതാം. ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അലൂമിനിയത്തിന് ബ്ലൂ ആണെങ്കിൽ സിങ്കിന് ഗ്രീൻ കളറാണ് കിട്ടുക. ഗ്രീൻ കളർ ആഷ് ഇൻഡിക്കേറ്റ്സ് ദി കൺഫർമേഷൻ ഓഫ് സിങ്ക് അയോൺസ്. സിങ്ക് പ്രസൻ്റ് അല്ല എങ്കിൽ ഗ്രൂപ്പ് 5 റിയേജൻസ് ഇതൊക്കെയാണ്. A little of the salt solution is mixed with ammonium chloride, ammonium hydroxide and ammonium carbonate. White precipitate കിട്ടിക്കഴിഞ്ഞാൽ presence of group 5. No white precipitate ആണെങ്കിൽ absence of group 5. Group 5ൽ 3 cations ഉണ്ട്. കാൽഷ്യം, ബേറിയം ആൻഡ് സ്ട്രോൺഷ്യം. ഈ വർഷം അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇനി ഏതെങ്കിലും സ്കൂൾസിൽ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ ഇറ്റ്. നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞത് അതുപോലെ പഠിക്കുക. മനസ്സിലായില്ലേ? ഇനി കാൽഷ്യം, ബേറിയം, സ്ട്രോൺഷ്യത്തിൻ്റെ അനാലിസിസ് ഞാൻ പറഞ്ഞു തരാം. കാറ്റയോൺ 5 ആണെങ്കിൽ, ഗ്രൂപ്പ് 5 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പ്രസിപ്പിറ്റേറ്റിനെ, നമുക്ക് കിട്ടിയ ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് മുന്നേ നമ്മൾ അസറ്റിക് ആസിഡ് ഒഴിച്ച് ഇതിനെ ഡിസോൾവ് ചെയ്യുക. പ്രസിപ്പിറ്റേറ്റിനെ ഡിസോൾവ് ചെയ്തിട്ട് വേണം 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക.
പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബേറിയത്തിൻ്റെ പ്രസൻസ് ആണ്. ഇനി അടുത്ത ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ അമോണിയം ഓക്സലേറ്റും അമോണിയം ഹൈഡ്രോക്സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് കാൽഷ്യം. അമോണിയം ഓക്സലേറ്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. തേർഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഒഴിച്ചു നോക്കേണ്ടത് കാൽഷ്യം സൾഫേറ്റ് ആണ്. അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രോൺഷ്യത്തിൻ്റെ പ്രസൻസ് ആണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ഇങ്ങനെ ഒബ്സർവേഷൻ കിട്ടുമോ? ഇല്ല. ഏതെങ്കിലും ഒരു കാറ്റയോണേ നിങ്ങൾക്ക് തരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ബേറിയം കിട്ടിയാൽ കാൽഷ്യം ഉണ്ടാവാൻ പാടില്ല, സ്ട്രോൺഷ്യം ഉണ്ടാവാൻ പാടില്ല. ബേറിയം കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കാൽഷ്യം ആകാം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ആകാം, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ടെസ്റ്റേ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. യു ഹാവ് ടു ഡു ദി ഫ്ലെയിം ടെസ്റ്റ്. കുറച്ച് സോൾട്ട് എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് HCl മിക്സ് ചെയ്യുക വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട്. എന്നിട്ട് ഗ്ലാസ് റോഡിൽ അത് എടുത്തിട്ട് ഫ്ലെയിമിൽ കാണിച്ച് നോക്കുക, കത്തിക്കുക. ഫ്ലെയിമിൽ കത്തിച്ച് നോക്കുക. ഫ്ലെയിമിന് കളറേഷൻ ഉണ്ടാവും. ഈ 3 കാറ്റയോൺ ആണെങ്കിലും കളർ ഉണ്ടാവും. 3നും ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാൽഷ്യത്തിന് ബ്രിക്ക് റെഡ് കളറാണ്, ബേറിയത്തിന് ഗ്രീൻ കളറാണ്, സ്ട്രോൺഷ്യത്തിന് ക്രിംസൺ റെഡ് കളറാണ്. ഇനി 5th ഗ്രൂപ്പും ഇല്ല എങ്കിൽ, 5th ഗ്രൂപ്പ് റിയേജൻസ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ 6th ഗ്രൂപ്പ് ചെയ്യണം. 6th ഗ്രൂപ്പ് റിയേജൻസ് ഇതൊക്കെയാണ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അതാണ് ആ എക്സ്ട്രാ റിയേജൻറ്റ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇത് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഗൈൻ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 6. ഗ്രൂപ്പ് 6ൽ മെഗ്നീഷ്യം ആണുള്ളത്. മെഗ്നീഷ്യത്തിൻ്റെ കൺഫർമേറ്ററി ഒന്ന് ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിങ്ക് ആഷ് കിട്ടണം, പറഞ്ഞല്ലോ. ഇനി അതല്ലാണ്ട് മറ്റൊരു ടെസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സോൾട്ട് സൊല്യൂഷനിലേക്ക് മാഗ്നസോൺ റിയേജൻ്റ് ആഡ് ചെയ്യുക, പിന്നീട് എക്സസ് NaOH ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ബ്ലൂ കളറേഷൻ തന്നെയാണ് നമുക്ക് കിട്ടേണ്ട ഒബ്സർവേഷൻ. പക്ഷേ ആദ്യം മാഗ്നസോൺ ആഡ് ചെയ്ത് പിന്നെ NaOH ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, ആദ്യം NaOH ആഡ് ചെയ്യുക, എന്നിട്ട് മാഗ്നസോൺ റിയേജൻ്റ് ഒഴിച്ച് നോക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ബ്ലൂ കളറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് കൺഫേംസ് ദി പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം. അപ്പോൾ എല്ലാം കിട്ടിയില്ലേ ഇപ്പോൾ? അപ്പോൾ എല്ലാ കാറ്റയോൺസിൻ്റെയും അനാലിസിസും ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേറ്ററി ടെസ്റ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു കൺഫർമേഷൻ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ, കാറ്റയോൺ ആകുമ്പോഴേക്കും ഗ്രൂപ്പും ഐഡൻറ്റിഫൈ ചെയ്യണം, പറഞ്ഞില്ലേ? ഇനി വോളിമെട്രിക് അനാലിസിസ് അടുത്ത വീഡിയോയിലിടാം. കീപ്പ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.